ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു വീഡിയോ ഉണ്ട് നോക്കാം. നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നോ? ജസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നോ അവിടെ ചെന്ന്? ആദ്യമായിട്ട് ലോഡ്ജ് വെച്ചാണ് കാണുന്നത്. അപ്പം അതിനപ്പോൾ കൊച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓണറിനോട് ഇതിൻ്റെ ചോദിച്ചു, ഈ കൊച്ചനെ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. ഇവിടെ ലോഡ്ജാണ്, പലരും വരും, നിനക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളഞ്ഞാലും എന്നോട് ആരും ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ആരോടും. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ വരികയും ഈ ബിജു എന്നാണ് ഓണറിൻ്റെ പേര്. ബിജുവിനെ ലോഡ്ജിൽ അങ്ങ് പത്തനംതിട്ട കൊണ്ടുപോയി DYSP ഓഫീസിൽ. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു വിടുകയൊക്കെ ചെയ്തു. അത്രയും കാര്യം ഞാൻ കണ്ടതാണ്, എനിക്കറിയാം. ഈ അന്ന് കണ്ട സ്ത്രീ ജസ്റ്റ് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ പത്രത്തിൽ പടം കണ്ടിയേ, കാണാതായപ്പോഴത്തേക്കും ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു അന്ന് വന്ന ആ കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് എന്നും പറഞ്ഞ് എന്നെ പിന്നെയും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചുകാർ വന്നപ്പം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. ആ പോകാൻ സമയം ഒരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ടെസ്റ്റ് എഴുതാൻ എറണാകുളം പോവുകയാണ്, അതിന് വന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ഒരു ദിവസമില്ല, 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു എന്തായാലും. ഞാൻ അതിനെ കാണുന്ന ഒരു 12-നും 1-നും ഇടയ്ക്കാണ്, 11:30-12 ഈ സമയത്താണ് കാണുന്നത്. തിരിച്ചിറങ്ങിപ്പോയത് 5 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. ഈ ലോഡ്ജിൽ CCTV ഉണ്ടോ? ഇല്ല. രജിസ്റ്ററിൽ നിങ്ങൾ പേരെഴുതിയിട്ടല്ലേ അകത്ത് കയറ്റുന്ന ആളുകളെ? എങ്ങനെ? രജിസ്റ്ററിൽ പേരെഴുതിയിട്ടല്ലേ, പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ടല്ലേ ആൾക്കാർ? എഴുതാറില്ല, എല്ലാത്തിലും ഒന്നും എഴുതാറില്ല. ഇല്ല. അത്യാവശ്യം അവിടെ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മാത്രം എഴുതും, അല്ലാതെ റൂമിൽ വരുന്നവരുടെ ഒന്നും എഴുതത്തില്ല. ഇല്ല, എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. നമ്മുടെ 2018 എരുമേലി മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായിട്ടുള്ള ജസ്ന മരിയ ജെയിംസിനെ കാണാതാവുന്ന ആ ഒരു ദിവസത്തിന് 2 മാസം മുന്നേ മുണ്ടക്കയത്തുള്ള ഒരു ലോക്കൽ ലോഡ്ജ്, ചെറിയൊരു സെറ്റപ്പിലുള്ള ലോഡ്ജിൽ ഈ ഒരു ജസ്ന മരിയ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു യുവാവിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ സ്ത്രീ എവിടെയായിരുന്നു? മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ് നമ്മുടെ ജസ്ന മരിയ ജെയിംസിൻ്റെ തിരോധാനം. ഇതുവരെയും ഇവർ ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല. ഇതിന് കുറച്ച് നാൾ മുന്നേ വേറൊരാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ജസ്ന മരിയ ജെയിംസിനെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടു, ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയാണ് ഈ ഒരു സ്ത്രീൻ്റെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇവർ പറയുകയാണ് 2018 മാർച്ചിൽ കാണാതാവുന്നതിന് 2 മാസം മുന്നേ ഈ ഒരു ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു യുവാവിൻ്റെ കൂടെ ഈ ഒരു ലോഡ്ജിൽ എത്തിയിട്ടുണ്ടായിരുന്നു, മുറിയെടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം, ഒരു 3-4 മണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമിന് പോകാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഈ ലേഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിരിച്ച് കാണിച്ചു, പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, വെളുത്ത് മെലിഞ്ഞൊരു യുവാവാണ് കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഈ സ്ത്രീ വെളിപ്പെടുത്താണ്. ആ ലോഡ്ജിലാണെങ്കിലോ ക്യാമറയില്ല, ഒന്നുമില്ല, CCTVയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തെളിവായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുമില്ല. ഇത്രയും കാലം എന്തുകൊണ്ട് ഈ സ്ത്രീ ഇതൊന്നും പുറത്ത് പറഞ്ഞില്ല എന്നതിന് അവർ വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട്. ലോഡ്ജ് ഉടമയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുറത്താരോടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളയും എന്നൊക്കെയാണ് ലോഡ്ജ് ഉടമേൻ്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നത് എന്ന് ഈ പുള്ളിക്കാരി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാലും നമുക്ക് ലോഡ്ജ് ഉടമേൻ്റെ പ്രതികരണം കൂടി കണ്ടു നോക്കാം. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജാതിപ്പേര് വിളിച്ച് നമ്മുടെ കൈവശം കേസ് കൊടുത്തിരുന്നു, എതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജാമ്യമില്ലാ കേസാണ്. അതുകൊണ്ട് ഇവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ട് 5 ലക്ഷം രൂപ ഒരു വീടും വേണമെന്ന് പറഞ്ഞൊരു ഇവിടെ വിവരാവകാശ പ്രവർത്തനമുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. അവന് കോടതിയിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ 5 കൊലക്കേസിൻ്റെ പ്രതിയാണ്, അതിൻ്റെ ആളാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കോടതിയിൽ വിട്ടിട്ടുണ്ട്. കോടതി അത് പരിശോധിച്ചാണ് നമുക്ക് ജാമ്യം തന്നത്. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ടാണ്, അത് അവരുദ്ദേശിച്ച പോലെ മുമ്പോട്ട് പോകാത്തതുകൊണ്ട് അടുത്ത് ടാർഗറ്റ് ഇട്ടിരിക്കുന്നതാണിത്. ഇത് നിങ്ങൾ ആര് എവിടെ വന്നാലും ഏത് അന്വേഷണത്തിലും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് ഏത് സമയവും. ഈ ലോഡ്ജിൽ CCTV ഉണ്ടോ? CCTV വെച്ചിട്ടില്ല. ഇത് ചെറിയ ലോഡ്ജ്, മൊത്തം 8 റൂമേ ഇതിൻ്റെ ഉള്ളൂ. അവർ പറയുന്നത് 102ാമത്തെ റൂമിൽ വെച്ച് ജസ്റ്റ് 102 ഇട്ടിരിക്കുന്നത് റൂം നമ്പർ 101 തൊട്ടാണ് തുടങ്ങുന്നത്. അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് എന്നൊരാളില്ല? അങ്ങനെ ഒരാൾ വന്നിട്ടൊന്നുമില്ല. ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല, അങ്ങനെ വന്നിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചോ CBI എപ്പോഴെങ്കിലും നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതൊരു DYSP റിട്ടയർഡ് ആകുന്ന ടൈമിൽ ഞങ്ങളെ പത്തനംതിട്ട വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കോളുകൾ കാര്യങ്ങളെല്ലാം വിളിച്ച് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ഉദ്യോഗസ്ഥന്മാർ സ്ഥിരം വന്ന് ലോഡ്ജിൽ താമസിക്കുകയോ ഇവിടെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഒരു വെളിപ്പെടുത്തൽ ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു? അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഉണ്ടെങ്കിൽ അന്ന് അവർ ആക്ഷൻ എടുക്കുമല്ലോ. അപ്പോൾ ഈ ബിജു എന്നൊരു ഉടമ ഇതിനകത്ത് പറയുന്നത് പുള്ളിക്കാരൻ എന്തോ ജാതി പേര് വിളിച്ചൊരു കേസ് എങ്ങാനും ഉണ്ടായിരുന്നു സ്ത്രീക്കെതിരെ. അപ്പോൾ അത്
ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാളോട്, ബിജു എന്ന് പറഞ്ഞ യുവാവിനോട് ഈ ലേഡി പൈസ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് കൊടുക്കാത്തതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ജസ്ന മരിയ ജെയിംസിൻ്റെ പേര് ഇതിനകത്തോട്ട് വലിച്ചഴിച്ചിട്ട് എന്നെ കൊടുക്കാൻ നോക്കുന്നതെന്നാണ് പുള്ളിക്കാരന് പറയുന്നത്. പിന്നെ എന്തായാലും ക്യാമറേൻ്റെ കാര്യം ചോദിച്ച സമയത്ത് ലോഡ്ജിൽ ക്യാമറയൊന്നും വെച്ചിട്ടില്ല, ചെറിയൊരു ലോഡ്ജല്ലേ, CCTV ഒന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ലോക്കൽ സെറ്റപ്പ് ലോഡ്ജ്, എല്ലാ ഉടായ്പകളും എല്ലാ വൃത്തികേടുകൾ നടക്കുന്ന ഒരു ടൈപ്പ് ലോഡ്ജാണെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അപ്പോൾ ഇനി ഈ ലേഡീൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഈ ലേഡി എന്ന് പറയുന്ന സ്ത്രീ അവിടെയുള്ള ജോലിക്കാരിയും അവിടെയുള്ള ആരും തന്നെയല്ല, ആ ഒരു ഏരിയയിൽ മൊത്തം പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു ലേഡിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ലോഡ്ജായിരിക്കും ഇത്. എൻ്റെ ഒരു അസംഷനാണ് ഈ ഒരു കാര്യം, എനിക്കിത് സത്യമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ലേഡി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുന്ന ലോഡ്ജ് ആയിരിക്കാം അത്. പെട്ടെന്നൊരു ദിവസം ഈ ബിജു ചിലപ്പം എതിർത്തിട്ടുണ്ടാവും, ഇനി ഇവിടെ പറ്റത്തില്ല, നിങ്ങളുടെ ബിസിനസ് ഇവിടെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ട് 2 ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും. അതിനുള്ള ദേഷ്യം കാരണമാണോ ഈ ഒരു ലേഡി ഇപ്പം ഈ ഒരു ജസ്ന മരിയ ജെയിംസിൻ്റെ പേര് ഈ ഒരു കേസിലായിട്ട് വലിച്ചഴിച്ചത് നമുക്ക് ചിന്തിച്ചുകൂടായികയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ലോഡ്ജിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അല്ലെങ്കിൽ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്ന മരിയ ജെയിംസ് കാണാതാവുന്നതിൻ്റെ അന്ന് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മുണ്ടക്കയത്തുള്ള ഏതോ ഒരു CCTVയിലായിരുന്നു. ഏതോ ഒരു ഹോട്ടലിൻ്റെയോ ബേക്കറിൻ്റെ അങ്ങനെയുള്ള ഒരു CCTVയിലായിരുന്നു ജസ്ന മരിയ ജെയിംസിനെ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ ലോഡ്ജുകളിലൊക്കെ അന്ന് പോലീസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിലാണ് ഈ ഒരു ലോഡ്ജ് ഉടമേനെയും സ്ത്രീകളെയൊക്കെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, ക്രൈംബ്രാഞ്ചിന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ലോഡ്ജ് ഉടമയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യം കാരണമാണ് ഇപ്പോൾ ഈ കേസിലോട്ട് ഇയാളുടെ പേര് വലിച്ചഴിച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ കത്തി നിൽക്കല്ലേ, അത് കുറച്ച് നാളത്തേക്ക് മറച്ചു വെക്കാനുള്ള ഒരു തന്ത്രവുമായിരിക്കാം. എന്തു തന്നെയായാലും സത്യം ഉടനെ തന്നെ പുറത്തു വരും നമുക്ക് വിചാരിക്കാം. നമ്മുടെ ജസ്ന മരിയ ജെയിംസിൻ്റെ അച്ഛൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, കേസ് വഴിതിരിച്ചു വിടാനുള്ള പുതിയ തന്ത്രമാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പ്രതികരിച്ചിരിക്കുന്നത്, ജസ്ന മരിയ ജെയിംസിൻ്റെ അച്ഛൻ. അപ്പോൾ എന്ത് തന്നെ ആയാലും സത്യം എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്, ബൈ.